ടെക്സ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA മലയാളത്തിലെ 4th സെമസ്റ്ററിലെ ഒരു സബ്ജക്റ്റാണ് പ്രാചീന മധ്യകാല മലയാള കവിത എന്നുള്ളത്. അതിൻ്റെ സ്റ്റഡി മെറ്റീരിയലാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റത്തെ മൊഡ്യൂളിൽ വരുന്നത് പ്രാചീന പാട്ട് സാഹിത്യം, പാട്ടിൻ്റെ ലക്ഷണം, പാട്ടും പാണ്ഡ്യഭാഷാ സാരൂപ്യവും, പാട്ടിൻ്റെ വികാസ പരിണാമം, രാമചരിതം, തിരുനിഴൽമാല, പാട്ടിൻ്റെ പുതിയ മുഖം, കണ്ണശകൃതികൾ, രാമകഥപ്പാട്ട് എന്നിവയാണ്. അതിൻ്റെ വിശദ പഠനം കൊടുത്തിട്ടുള്ളത് രാമചരിതം, അതുപോലെ കണ്ണശരാമായണം, സുന്ദരകാന്ഡം. അതിൽ ആദ്യത്തെ 15 പാട്ടുകൾ അതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1 ഫസ്റ്റ് വരുന്നത് പാട്ട് സാഹിത്യം. മലയാള ഭാഷാ ചരിത്രത്തിലെ പ്രബലമായ 2 ധാരകളാണ് പാട്ടും മണിപ്രവാളവും. ഭാഷാപരമായി ചെന്തമിഴിൻ്റെ ധാര പിന്തുടരുന്ന സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ട് സാഹിത്യം. അപ്പോൾ മലയാള ഭാഷാ ചരിത്രത്തിലെ പ്രബലമായ 2 ധാരകളാണ് പാട്ടും മണിപ്രവാളവും. ഭാഷാപരമായിട്ട് ചെന്തമിഴിൻ്റെ ധാര പിന്തുടരുന്ന സാഹിത്യ പ്രസ്ഥാനമാണ് പാട്ട് സാഹിത്യം. സാഹിത്യ മൂല്യം ഏറെയൊന്നുമില്ലാത്ത വായ്മൊഴിയായി മാത്രം നിലനിന്നു പോന്ന പലതരം ഗാനങ്ങളെയും പാട്ട് എന്ന് പറയാറുണ്ട്. സാഹിത്യ മൂല്യം ഉൾക്കൊള്ളാത്ത വായ്മൊഴിയായി മാത്രം നിലനിന്നു പോന്ന പലതരം ഗാനങ്ങളെയും പാട്ട് എന്ന് പറയാറുണ്ട്. എന്നാൽ ഇത് അത്തരം പാട്ടുകളിൽ നിന്നും വ്യത്യസ്തമാണ്. പാട്ട് സാഹിത്യം എന്ന് പറഞ്ഞാൽ AD 9ാം നൂറ്റാണ്ടിനും 12ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ചെന്തമിഴിൽ നിന്ന് വിഭിന്നമായ പാട്ട് സാഹിത്യം ഉദയം ചെയ്തത് എന്ന് കരുതപ്പെടുന്നുണ്ട്. AD 9ാം നൂറ്റാണ്ടിനും 12ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ചെന്തമിഴിൽ നിന്നും വിഭിന്നമായിട്ടുള്ള പാട്ട് സാഹിത്യം വളർന്നു വന്നത്. സംസ്കൃതത്തിൻ്റെ പ്രഭാവം മലയാളത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൻ്റെ സൂചനയായി പാട്ട് സാഹിത്യത്തെ കാണാറുണ്ട്. ചെന്തമിഴ് സാഹിത്യത്തിൻ്റെയും സംസ്കൃത സാഹിത്യത്തിൻ്റെയും സംസ്കാരം ഉൾക്കൊണ്ട് വളർച്ച പ്രാപിച്ച മലയാള സാഹിത്യത്തിലെ പാട്ട് ബാഹ്യമായ ചട്ടക്കൂടിൽ ചെന്തമിഴ് സാഹിത്യത്തിൻ്റെ തുടർച്ചയാണ്. ചെന്തമിഴ് സാഹിത്യത്തിൻ്റെയും സംസ്കൃത സാഹിത്യത്തിൻ്റെയും സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് വളർന്നു വന്ന മലയാള സാഹിത്യത്തിലെ പാട്ട് ബാഹ്യമായ ചട്ടക്കൂടിൽ എന്തിൻ്റെ തുടർച്ചയാണ്? ചെന്തമിഴ് സാഹിത്യത്തിൻ്റെ തുടർച്ചയാണ്. എന്നാൽ പാട്ടിനും ചെന്തമിഴ് സാഹിത്യത്തിനും ആന്തരികമായി വലിയ അകലം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഭാഷാപരമായി ചെന്തമിഴിനോട് അടുപ്പം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും പ്രതിപാദ്യ വിഷയങ്ങളിൽ സംസ്കൃതത്തോടാണ് പാട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിയതമായ ലക്ഷണങ്ങളോട് കൂടിയ ഗൗരവതരമായ സാഹിത്യകൃതികളാണ് പാട്ട് സാഹിത്യത്തിൽ ഉണ്ടായിരുന്നത്. മണിപ്രവാള ലക്ഷണ ഗ്രന്ഥമായ ലീലാതിലകം പാട്ടിൻ്റെ ലക്ഷണവും നിർവചിക്കുന്നുണ്ട്. മലയാളത്തിൽ രാമചരിതം, തിരുനിഴൽമാല എന്നിവയാണ് ലക്ഷണമൊത്ത പാട്ടുകൃതികൾ. മലയാളത്തിൽ രാമചരിതം, തിരുനിഴൽമാല എന്നിവയാണ് ലക്ഷണമൊത്ത പാട്ടുകൃതികൾ. ഭാഷാപരമായ മാറ്റത്തെ അടിസ്ഥാനമാക്കി പാട്ട് സാഹിത്യത്തെ 3 തരംതിരിക്കുന്നുണ്ട്. 1ാം ഘട്ടം എന്ന് പറഞ്ഞാൽ രാമചരിതം, ചീരാമൻ, തിരുനിഴൽമാല, ഗോവിന്ദൻ. ചീരാമൻ്റെ രാമചരിതം, തിരുനിഴൽമാല, ഗോവിന്ദൻ്റെ തിരുനിഴൽമാല. 2ാം ഘട്ടം കണ്ണശരാമായണം. നിരണത്ത് രാമപ്പണിക്കരാണ് കണ്ണശരാമായണത്തിൻ്റെ കർത്താവ്. ദെൻ അയ്യപ്പിള്ള ആശാൻ്റെ രാമകഥാപാട്ട്. അയ്യപ്പിള്ള ആശാൻ്റെ രാമകഥാപാട്ട്. ഇതിന് 3ാം ഘട്ടത്തിലാണ് കൃഷ്ണപ്പാട്ട്, കിളിപ്പാട്ട്, വഞ്ചിപ്പാട്ട് എന്നിവയെല്ലാം ഉള്ളത്. എന്നാൽ പാട്ടിന് ലീലാതിലകത്തിൽ പറഞ്ഞ ലക്ഷണങ്ങൾ പൂർണ്ണമായും വ്യതിചലിച്ചുകൊണ്ടാണ് ഈ കൃതികളൊക്കെ രചിച്ചിട്ടുള്ളത്. അതിനാൽ ഇവയെ പാട്ടിൽ നിന്നും ഉൾപ്പെടുത്തുന്നതിനോട് പല നിരൂപകരും വിയോജിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പാട്ടിലേക്ക് ഉൾപ്പെടുന്ന കാര്യത്തിൽ പല നിരൂപകരും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 3 ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു ശ്രീരാമൻ്റെ രാമചരിതം, ഗോവിന്ദൻ്റെ തിരുനിഴൽമാല.
രണ്ടാമത്തെ ഘട്ടത്തിൽ നിരണത്ത് രാമപ്പണിക്കരുടെ കണ്ണശരാമായണം, അയ്യപ്പിള്ള ആശാൻ്റെ രാമകഥാ പാട്ട്. മൂന്നാമത്തെ ഘട്ടത്തിൽ കൃഷ്ണപ്പാട്ട്, കിളിപ്പാട്ട്, വഞ്ചിപ്പാട്ട് എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. എന്നാൽ പാട്ടിലെ ലീലാതിലകത്തിൽ പറഞ്ഞ ലക്ഷണങ്ങൾ പൂർണ്ണമായും വ്യതിചലിച്ചുകൊണ്ടാണ് ഈ കൃതികളൊക്കെ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയെ പാട്ടിൽ ഉൾപ്പെടുത്തണോ വേണ്ടോ എന്ന കാര്യത്തിൽ നിരൂപകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇനി പാട്ടിൻ്റെ ലക്ഷണത്തെക്കുറിച്ച് പറയുമ്പോൾ ദ്രമിഡ സംഘാതാക്ഷര നിബന്ധം, ദ്രമിഡ സംഘാതാക്ഷര നിബന്ധം ഏതു കാമേന വൃത്തവിശേഷയുക്തം പാട്ട് എന്ന് ലീലാതിലകത്തിൽ പാട്ടിന് ലക്ഷണം നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് തരതലന്താനളന്ത പിളന്ത പൊന്നൻ തനകചെന്താർ വരുന്താമൽ ബാണൻ തന്നെ കരമരിന്ത പൊരുന്താനവന്മാരുടെ കരളെരിന്ത പുരാനെ മുരാരി കിണ എന്നിങ്ങനെ തുടരുന്ന ഒരു സ്തുതിഗീതവും ലീലാതിലകക്കാരൻ നമുക്ക് അതിനോട് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ പാട്ടിൻ്റെ ലക്ഷണസൂത്രത്തെ എങ്ങനെ പറയാം? ദ്രമിഡ സംഘാതാക്ഷരം. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? തമിഴ് അക്ഷരമാലയിലുള്ള അക്ഷരങ്ങൾ മാത്രം ഉപയോഗിച്ചായിരിക്കണം എഴുതേണ്ടത്. 12 സ്വരങ്ങളും 18 വ്യഞ്ജനങ്ങളുമുള്ള അക്ഷരമാലയാണ് ഏത്? തമിഴിലുള്ളത്. അതുകൊണ്ട് തന്നെ സംസ്കൃതത്തിൽ നിന്ന് പദങ്ങൾ സ്വീകരിക്കുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തണം. ഉദാഹരണമായിട്ട് ധര എന്നുള്ളത് തരയാവും, ലക്ഷ്മണൻ ഇലക്കണനാവും, ബാണ വാണനാവും, കൃഷ്ണ കിണയാവും. അപ്പോൾ സംസ്കൃത പദങ്ങൾ പാട്ടിൽ ഈ രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്. അതായത് വിഭക്ത്യന്തമായോ തത്സമമായോ സംസ്കൃത പദങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവ തമിഴ് അക്ഷരമാലയിലെ പദങ്ങൾ മാത്രം ഉപയോഗിച്ച് എഴുതുന്നവ ആയിരിക്കണം. അങ്ങനെയല്ലാത്തവ വർണ്ണങ്ങൾക്ക് മാറ്റം വരുത്തി തൽഭവമായിട്ടേ പ്രയോഗിക്കാവൂ. അങ്ങനെയല്ലാത്തവ വർണ്ണങ്ങൾക്ക് മാറ്റം വരുത്തി തൽഭവമായിട്ടേ പ്രയോഗിക്കാൻ പാടുള്ളൂ. എതുക മോന. എതുകയും മോനയും പ്രാസങ്ങളാണ്. സംസ്കൃതത്തിലും മലയാളത്തിലുമുള്ള ദ്വിതീയാക്ഷരപ്രാസത്തിന് സമാനമായിട്ടുള്ള തമിഴിലെ പ്രാസമാണ് എതുക അഥവാ എതുകൈ. ഇതിൽ ഓരോ അടിയിലെയും രണ്ടാമത്തെ അക്ഷരം ആവർത്തിക്കും. അതോടൊപ്പം മാത്രയും ഒരേ തരത്തിൽ ഇരിക്കണം. അതോടൊപ്പം ഒരു പാട്ടിലെ 4 പദങ്ങളിലെയും പ്രഥമാക്ഷരങ്ങൾക്ക് മാത്രം ഒത്തുവരണം എന്ന നിബന്ധന കൂടി ഈ എതുകയ്ക്കുണ്ട്. ഓരോ പാദവും 2 ഭാഗങ്ങളായി തിരിക്കുമ്പോൾ 2ലെയും ആദ്യക്ഷരം യോജിച്ചു വരുന്ന പ്രാസമാണ് മോന അഥവാ മോനൈ എന്ന് പറയുന്നത്. അപ്പോൾ മലയാളത്തിലെ ദ്വിതീയാക്ഷരപ്രാസത്തിന് സമാനമായതാണ് എതുക. ഓരോ പാദവും 2 ഭാഗങ്ങളായി തിരിയുമ്പോൾ 2ലെയും ആദ്യക്ഷരം യോജിച്ചു വരുന്ന പ്രാസമാണിത് മോന അല്ലെങ്കിൽ മോനൈ എന്ന് പറഞ്ഞാൽ. ഇനി വൃത്തവിശേഷം പറയുമ്പോൾ ദ്രാവിഡ വൃത്തങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക. സംസ്കൃത വൃത്തങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. 14-ാം നൂറ്റാണ്ടായപ്പോഴേക്കും സംസ്കൃത വൃത്തങ്ങളും മറ്റും പ്രചാരത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ ഒരു ഘട്ടത്തിലാണ് ദ്രാവിഡ വൃത്തങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് പാട്ട് സാഹിത്യം പ്രചാരത്തിൽ വന്നത്. അപ്പോൾ പാട്ട് സാഹിത്യത്തിലുള്ള നിയമങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അതായത് ദ്രമിഡ സംഘാതാക്ഷരം, തമിഴ് അക്ഷരമാലയുള്ള അക്ഷരങ്ങൾ മാത്രം ഉപയോഗിക്കുക. 12 സ്വരങ്ങളും 18 വ്യഞ്ജനങ്ങളുമുള്ള അക്ഷരമാലയാണ് ഇതിനുള്ളത്, തമിഴുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പദങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കണം എഴുതേണ്ടത്. അതുപോലെ തന്നെ മറ്റൊന്ന് വരുന്നത് എതുകാമോന. എതുകാമോന എന്നുള്ള 2 പ്രാസങ്ങളാണ്. ഈ പ്രാസങ്ങളായിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതുപോലെ വൃത്തവിശേഷം ദ്രാവിഡ വൃത്തങ്ങൾ മാത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത്, സംസ്കൃത വൃത്തങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ ആദ്യ പാട്ട് സാഹിത്യം എന്നുള്ള ഭാഗത്ത് പറയാനുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് രാമചരിതത്തെക്കുറിച്ച് പറയാം. ഓക്കെ, താങ്ക് യു.